വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ കുറച്ചുകൂടെ ഓണം കളക്ഷൻ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്കാണേലും അതെന്തെങ്കിലും തരത്തിലുള്ളൊരു ഉപയോഗമോ ഒരു പ്രയോജനമോ വന്നാൽ അതെനിക്ക് സന്തോഷം അല്ലേ. അപ്പോൾ നമുക്ക് ആ കളക്ഷനിലേക്ക് പോകാം. ഓക്കെ, ആദ്യം തന്നെ ഞാൻ ഇട്ടിരിക്കുന്നത് തന്നെയാണ് കേട്ടോ ഫസ്റ്റ് ഡ്രസ്സ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള, വളരെ വർഷങ്ങളായിട്ട് ട്രെൻഡിൽ നിൽക്കുന്ന, ഏതൊരാളുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ഒന്നുമില്ല, ഉത്സവത്തിന് നമുക്ക് ഇതങ്ങ് എടുത്തിടാം എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. ഒരു ഒറ്റ ഡ്രസ്സാണ്, ലോങ് ഡ്രസ്സാണ് ഇത്. സ്മോൾ എക്സ്ട്രാ സ്മോളൊക്കെയാണ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള സൈസ്. XXL വരെയൊക്കെ ഇത് കിട്ടും. ഇത് ജനസിയുടെ ഡ്രസ്സാണ്. ജനസിയ നല്ലൊരു ബ്രാൻഡാണ് കേട്ടോ. ഇപ്പോൾ ഒരുപാട് സെയിൽ വരുന്നുണ്ട് അവർക്ക്, പ്രത്യേകിച്ച് ആമസോണിൽ സെയിൽ തുടങ്ങിയ പിന്നെയും ഫ്ലിപ്കാർട്ടിലും മിന്ത്രയിലൊക്കെ നല്ല സെയിലിൽ കിട്ടുന്നുണ്ട്. നമുക്ക് 500 രൂപയ്ക്ക് വരെ ഇത് താഴ്ന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വർഷം എടുത്തതാണ്, പക്ഷേ ഈ വർഷവും നിങ്ങൾക്കത് വാങ്ങിക്കാം എന്നുള്ളത് കൊണ്ടാണ് ഞാനത് ഇട്ടുകൊണ്ട് വന്നത്. കാരണം നമുക്കിപ്പോൾ ഒരു 599 രൂപയ്ക്ക് ഒരു ഓണം വിയർ കിട്ടുവാണെങ്കിൽ അത് അത്രയും നല്ലതല്ലേ, അതും നല്ലൊരു ബ്രാൻഡിൻ്റെ. ഇതാണ് കേട്ടോ 3/4 ആണ്. എനിക്ക് കുറച്ച് വണ്ണം കുറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. ഞാൻ എൻ്റെ കറക്റ്റ് സൈസിലേക്ക് വരുവാണെങ്കിൽ എനിക്കിത് ടൈറ്റായിട്ട് കയറിപ്പോകും. ഓക്കെ, അപ്പം അതങ്ങനെയാണ്. ഒരുപാട് മെലിഞ്ഞവർക്കൊക്കെ ആണെങ്കിൽ എക്സ്ട്രാ സ്മോളൊക്കെ മതി, എസ്സും എക്സ്ട്രാ സ്മോളൊക്കെ മതി കേട്ടോ. അതങ്ങനെയാണ്. ഇത് തന്നെ അവർ നല്ല വണ്ണം ഉള്ളവർക്ക് വേണ്ടിയും വണ്ണം കുറഞ്ഞവർക്ക് വേണ്ടി അവർ പ്രത്യേകം കർവ് ആൻഡ് സ്മോൾ സൈസ് അങ്ങനെ രീതിയിൽ ഇറക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഇതിന്റെ അറ്റത്ത് ഇങ്ങനെ ഒരു ഡോറി വന്നിട്ട് കണ്ടോ, നല്ല രസമല്ലേ ഈ ഡോറി വന്നിട്ട്. അപ്പൊ നമുക്ക് റെഡ് ഷോള്, ബ്ലൂ ഷോള്, ഇതിന്റെ തന്നെ കളറുള്ളത് ഏത് വേണേലും ഇതിന്റെ കൂടെ പോകും കേട്ടോ. ഇതൊരു ലോങ് ഡ്രസ്സാണ്, നീ ലെങ്ത് വരെ നിൽക്കും. ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽ വന്നിട്ട്. ഓക്കെ, പ്ലെയിൻ ആണ് ഇത്. ഫുൾ ഓഫ് ഈ ഡിസൈൻ ആണ്. ചെറിയ ഡോട്ടോട് കൂടിയ പ്രിന്റോട് കൂടിയ ഫാബ്രിക് പെയിന്റ് എന്ന് തോന്നിക്കുന്ന ഒരു പ്രിന്റാണ്, പക്ഷെ പോവത്തില്ല. ഇവിടെ ചെറിയൊരു ലൈനിങ് അല്ല, പൈപ്പിംഗ് വന്നിട്ടാണ് അതിന്റെ ഭംഗി കൂട്ടിയിരിക്കുന്നത്. നമ്മുടെ പണ്ടത്തെ രാജാക്കന്മാരുടെ റാണിമാരുടെ ഒക്കെ ഒരു ഡ്രസ്സ് ശ്രദ്ധിച്ചാൽ അറിയാം. ഇവിടെ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് അകത്തേക്ക്. ജസ്റ്റ് ക്ലോസ് ആയിട്ടുള്ള ഒരു റൗണ്ട് നെക്ക്, ഇറങ്ങിയ റൗണ്ട് നെക്ക് അല്ല, വേറെ സിബോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ അതങ്ങനെയാണ്. ചെറിയൊരു അംബ്രല കട്ടിങ്ങോട് കൂടി താഴത്തോടു കൂടി എൻഡിങ് ആണ്. അപ്പൊ ഇതാണ് കേട്ടോ. ഇതിന്റെ പ്രൈസ് കാര്യം ഞാൻ 500 സംതിങ്ങിനാണ് ഇത് വാങ്ങിച്ചത് സെയിലിന്. ഇപ്പോൾ ഇത് ആക്റ്റീവായിട്ട് വിറ്റ് പോകുന്നതാണ്. ഒരു പോളിയസ്റ്റർ ഒരു മിക്സ് ഉള്ളൊരു ഇതാണ്. ഇതിന്റെ ക്ലോത്ത് ഞാൻ നോക്കിയിട്ട് പറയാം. ഓക്കെ, അപ്പൊ അതിങ്ങനെയാണ് വരുന്നത്. ഇത് ഞാൻ മീഷോയിൽ എനിക്ക് കണ്ടിരുന്നു കേട്ടോ, പക്ഷെ ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഓണം വിയർ. ഇതിന്റെ കളറ് കണ്ടോ ഗൈസ്? ഇതാണ് മെറൂൺ. പക്ഷേ നമ്മുടെ ക്യാമറയുടെ അത്രയും ബ്രൈറ്റ് അല്ല കേട്ടോ. ഞാനും ഇതിന്റെ ഭംഗി നോക്കി ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവണു അങ്ങനെ എടുത്തൊരു ഉഗ്രൻ സൂപ്പർ ക്യൂട്ട്, എന്താ പറയാ, അംബ്രല കട്ടിങ്. നമ്മൾ പെൺപിള്ളേർക്ക് അംബ്രല കട്ടിങ് അല്ലെങ്കിൽ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സ്റ്റഫ്സ് ഭയങ്കര ഇഷ്ടമായിരിക്കും. നമ്മൾ ചുരിദാറിലേക്കും അല്ലെങ്കിൽ ഫെസ്റ്റിവലിലേക്കും ഒരു മാക്സിമം ക്യൂട്ടായി മാക്സിമം സ്റ്റൈലിഷ് ആവാനാ നോക്കുക അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു പീസാണ്. എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡാണ് സാംഗ്രിയ. ഞാൻ എന്തെടുത്തിട്ടുണ്ടോ ഞാൻ പറഞ്ഞില്ല, വലിച്ചാലും കീറിയാലും പോവത്തില്ല. സോ അങ്ങനെയാണ്, നിലം തൂത്താൽ പോലും പോവത്തില്ല. സോ അങ്ങനെയാണ്. ഇത് അതിൻ്റെ കൈയാണ്. ഇത് കണ്ടോ, ഇങ്ങനെ ചെറിയൊരു ബട്ടൺ ക്ലോഷർ കൊണ്ട് അത് എൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പണ്ട് തൊട്ടേ ഉള്ള നമ്മുടെ ചേച്ചിമാരൊക്കെ ഇട്ട് കണ്ടിട്ടുള്ള ഒരു സ്റ്റൈലാണ്. ഫുള്ള് ചുരുക്ക് കൈ. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് എംബറർ കോളറാണിത്. കോളറാണ്. എന്നെ എല്ലാവർക്കും അങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും കൂടിയാണ് ഞാനിത് ചൂസ് ചെയ്തത്. എംബറർ കോളറിൽ അത് എല്ലാവർക്കും നല്ലൊരു ലുക്ക് നൽകും, നമുക്കൊരു ഹൈ എൻഡ് ലുക്ക് നൽകും. കണ്ടോ, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഫുള്ള് ഓപ്പൺ അല്ല, ഇവിടെ മാത്രം കുറച്ചിടെ മാത്രമുള്ള ഓപ്പൺ ഉള്ളൂ. ഇങ്ങനെയാണ് കേട്ടോ. സോ ഇങ്ങനെയാണ്, രണ്ട് ഫുൾ ഓൺ കൈയാണ്. താഴെ വരെ ഇതിന്റെ ബട്ടർ ക്ലോഷർ ഇങ്ങനെ പോയിട്ടുണ്ട്. ഇതിന്റെ അറ്റം വന്നിട്ട് ചെറിയൊരു സ്ലിറ്റോട് കൂടിയത് എൻഡപ്പ് ചെയ്യാണ്. ഇതൊരു നീ ലെങ്ത് താഴെ നിൽക്കുന്ന ഒരു ഡ്രസ്സായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഇതൊരു ലെഗിൻസ് ഇട്ടാണ് ഞാൻ പെയർ ചെയ്യാറുള്ളത്. നമുക്ക് അമ്പലത്തിലോ ഉത്സവങ്ങളിലോ ഈവൻ കാഷ്വൽ ആയിട്ട് പോലും ഇത് കൊണ്ടുപോകാം എന്നുള്ളതാണ്. ഇതിന്റെ കളറാണെങ്കിൽ ഒന്നും പറയാനില്ല, അത്ര ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു സിൽക്കി മെറ്റീരിയൽ ആണ്, വഴുതിയൊന്നും പോകത്തില്ല, എന്നാൽ കോട്ടണി സിൽക്കി ഒരു മെറ്റീരിയൽ ആണ്. സോ ഇതിങ്ങനെയാണ്, നല്ല ഫ്ലെയർഡ് ആണ്. ഞാനിത് ഇട്ട് കാണിക്കാം. എങ്കിൽ ഒരുപാട് തുണിയാണ്. സാംഗ്രിയയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഫുള്ള് തുണിയാണ് എന്ന് വെച്ചാൽ നമ്മൾക്ക് അതിങ്ങനെ എടുത്തൊന്ന് ഒതുക്കി വയ്ക്കാൻ പോലും
അത്രയ്ക്ക് ക്ലോത്ത് കൊണ്ട് ഭയങ്കര അബണ്ടന്റ് ആയ ഭയങ്കര നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്റ്റൈൽ ആൻഡ് ഡിസൈൻസ് ആണ് അവരുടെ. സോ ഐ ആം ദ ഫാൻ ഓഫ് സാംഗ്രിയ. ട്രസ്റ്റ് മീ ഗൈസ്. ഭയങ്കര അഫോർഡബിൾ ആണ്. ഓക്കെ, പിന്നെ തുണിയുടെ കൂടുതൽ ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ. മഴക്കാലത്ത് ഇത്തിരി ഒരു പാടാണ്. ഇപ്പൊ നീയല്ലോ ഇത് പെട്ടെന്ന് ഉണങ്ങും കേട്ടോ, പക്ഷെ ഭയങ്കര ലുക്കാണ്. അപ്പം അതിന്റെ ഫുൾ ലുക്ക് ഇങ്ങനെയാട്ടോ വരുന്നത്. ഫുൾ ഒരു സോളിഡ് ഒരു ലുക്കാണ്. പുറകിൽ ഇങ്ങനെ നല്ല ഷേപ്പോട് കൂടി ലൈനിങ് ഉണ്ട്. പുറകിൽ ഇങ്ങനെ ഷേപ്പോട് കൂടി അവർ ചെയ്തിരിക്കുകയാണ്. നല്ല ഷേപ്പും കിട്ടും. നമുക്കിത് വലിച്ചു കെട്ടുമ്പോഴും ഇതിനൊരു ഷേപ്പ് കിട്ടുന്നതാണ്. ഓക്കെ,